ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് നൊത്തോലി വറ്റിച്ച് വയ്ക്കുന്നത്, അതായത് തോരൻ, മാങ്ങയും കൂടെ ഇട്ട് നമ്മൾ വറ്റിച്ച് വയ്ക്കുമല്ലോ, അത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ അതിനു മുമ്പ് നൊത്തോലി എങ്ങനെയാണ് കിട്ടുന്നതെന്ന് കാണിക്കാം. ഇവിടെ നൊത്തോലി കിട്ടുന്നത് ഈ രീതിയിലാണ്. ഇതൊരു 400 ഗ്രാം നൊത്തോലി ഉണ്ട്. ഇതിനെ ഇങ്ങനെ ഫ്രീസ് ചെയ്ത് ഈ ഒരു രീതിയിൽ മാത്രമേ ഇവിടെ കിട്ടാറുള്ളൂ. ഈ ഇപ്പം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ ഫ്രഷ് ആയിട്ട് അങ്ങനെയൊന്നും കിട്ടില്ല. പക്ഷെ വേറെ പല ഫിഷും അങ്ങനെ കിട്ടുന്നുണ്ട്. നൊത്തോലി ഇങ്ങനെ മാത്രമേ ഞാൻ ഇതുവരെ ഇവിടെ കണ്ടിട്ടുള്ളൂ. അപ്പൊ ഇതിനെ നമുക്ക് പച്ച മാങ്ങയും ഇട്ട്, അതായത് ഫ്രീസ് ചെയ്ത് ഞാൻ കൊണ്ടുവന്ന മാങ്ങയാണ്. അപ്പൊ ആ മാങ്ങയും ഇട്ട് പറ്റിച്ച് നമുക്കൊന്ന് വയ്ക്കാം. ആ രീതി നമുക്കൊന്ന് കാണാം. അങ്ങനെ നെത്തോലി നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് അതിൻ്റെ വേസ്റ്റ് ഒക്കെ കളഞ്ഞ് എടുത്തപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട്. അത് മാറ്റി വെച്ചു. ഇനി ഈ മാങ്ങ, ഇത് നാട്ടിൽ നിന്ന് ഞാൻ ഫ്രീസ് ചെയ്ത് കൊണ്ടുവന്ന മാങ്ങയാണ്. 4 മാസം ഏകദേശം ആയിട്ടുണ്ട്. അത് മാങ്ങ നല്ല ഫ്രഷ് ആയിരിക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ ഫ്രീസ് ചെയ്ത് വെച്ചാൽ എത്ര നാൾ വേണോ ഇരിക്കും കേട്ടോ. ഇനി ഇതിന്റെ കൂട്ട്, ഇതിനാവശ്യമുള്ള കൂട്ട് എടുത്തിട്ടുള്ളത് തേങ്ങ, മുളക് പൊടി, ചെറിയ ഉള്ളി, ഒരു പച്ചമുളക്, ശകലം ജീരകം, മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനം ഒന്ന് മിക്സിയിൽ കറക്കി എടുത്തതാണ്. ഇതിന്റെ അളവ് ഞാൻ വീഡിയോയിൽ കൊടുത്തേക്കാം, എത്ര വേണം എന്നുള്ളത്. ഓക്കെ. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഉപ്പ്. അപ്പൊ ഇത് ഇത്രയും ഒന്ന് മിക്സ് ചെയ്തിട്ട് വറ്റിച്ചാണ് വെക്കുന്നത്. അതുകൊണ്ട് വെള്ളം അധികം വേണ്ട, വെള്ളമില്ലാതെയാണ് വെക്കുന്നത്. നമുക്കൊന്ന് ഇതൊന്ന് ഓൺ ചെയ്യാം. ഓൺ ചെയ്തു. കൂട്ട് ആദ്യം ഇടുകയാണ്. പിന്നെ നെത്തോലി ഇട്ടിട്ടുണ്ട്, മാങ്ങ, ഉപ്പ് നമ്മുടെ ആവശ്യത്തിന്. ഉപ്പ് ആദ്യം ഇത്ര ഇട്ടിട്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ടാൽ മതി. നോക്കിയ ശേഷം നമുക്കിനി കൂടുതലിടാം. ഇതിന്റെ ഈ മാങ്ങയ്ക്കൊക്കെ വെള്ളമുണ്ട്, ഫ്രീസറിൽ ഇരുന്നതല്ലേ, അപ്പൊ അതിന്റെ വെള്ളം ഇറങ്ങിയിട്ട് തന്നെ ഇതങ്ങ് വേഗ് വന്നോളൂ. നെത്തോലിക്കൊന്നും അധികം വേഗില്ലല്ലോ, കുറച്ച് സമയം മാത്രം മതി ഗ്യാസ്. അപ്പൊ ഇത് പിന്നെ അങ്ങ് വേഗ് വന്നോളൂ. ലാസ്റ്റിൽ നമുക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ച് 2 തണ്ട് കരിവേപ്പിലയും പിച്ചിടുമ്പോൾ ഇത് കഴിയും. അങ്ങനെ നെത്തോലി പച്ചമാങ്ങ വറ്റിച്ച് വെച്ചത് റെഡി ആയിട്ടുണ്ട്. കറക്റ്റായിട്ട് വെന്ത് എല്ലാം ശരിയായിട്ടുണ്ട്. ഞാൻ വെള്ളം അങ്ങനെ യൂസ് ചെയ്തിട്ടേ ഇല്ല. പിന്നെ ലാസ്റ്റിൽ കുറച്ച് കറിവേപ്പില പിച്ചിയിടാം. ഇങ്ങനെ കട്ട് ചെയ്ത്, കൈകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കുറച്ച് കറിവേപ്പില ഇട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, കൂടുതലൊന്നും വേണ്ട, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇത് പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിക്കുന്നത് നല്ലതാണ്, ഇത് മണവും ഒക്കെ കിട്ടും. അങ്ങനെ നൊത്തോലിയും പച്ചമാങ്ങയും വറ്റിച്ച് വെച്ചത് റെഡി ആയിട്ടുണ്ട്. ബൈ.